മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗമായ കർഷക തൊഴിലാളിക്ക് 3000 രൂപ പെൻഷൻ കൊടുക്കണമെന്ന് കെ സലീംകുമാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി BKMU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധരണിയും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയും LDF ഇടുക്കി ജില്ലാ കൺവീനറുമായ കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശൂലത്തറ എന്ന് പറയുന്ന ഒരു വലിയ മലമ്പ്രദേശമുണ്ട്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ ഇന്നലെ ഇവിടെ വരുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത് ആ ശൂലത്തറ പ്രദേശത്ത് വ്യാപകമായ തോതിലുള്ള സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം നടക്കുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിനോട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരാള് ഞാൻ മനസ്സിലാക്കുന്നത് 100 കണക്കിന് ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പല നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെ വെറുതെ നടപടിയുമായി ഇഴഞ്ഞു പോകുന്ന ഒച്ചിന്റെ കൂട്ടല്ല പോകേണ്ടത്. അത്തരം ഭൂമികൾ കൈവശം വെച്ചിരിക്കുന്നവന്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ആ ഭൂമി സർക്കാരിന്റേതാണ് എങ്കിൽ അത് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുക്കുന്ന ഭൂമി സംരക്ഷിക്കുക മാത്രമല്ല അത് അർഹതപ്പെട്ട കർഷക തൊഴിലാളി അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കുവാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും കൂടി പറയുകയാണ്. ഈ ജില്ലയിൽ കയ്യേറ്റ ഭൂമി ആരുടെയെങ്കിലും കൈവശം ഇരിക്കുന്നുണ്ട് എങ്കിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ട് ആ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യുവാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു കയ്യേറ്റക്കാരനെയും സഹായിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ജില്ലയിൽ കയ്യേറ്റമില്ലാത്ത പാർട്ടിയാണ്. കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത പാർട്ടിയും പ്രവർത്തകരുമുള്ള പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് പറയാതിരിക്കുവാൻ കഴിയില്ല. ഞാനിത് പറയുവാനുള്ള കാരണം ഏത് കയ്യേറ്റം നടക്കുമ്പോഴും ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനൊരു മറയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് പറയുകയാണ്. BKMU ജില്ലാ പ്രസിഡന്റ് MK പ്രിയൻ അധ്യക്ഷനായിരുന്നു. മറ്റു പല കാര്യങ്ങൾക്കും പണം കണ്ടെത്തുന്ന ഗവൺമെന്റിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ചേർത്ത് നിർത്തുന്ന മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗമായ തൊഴിലാളികളെ സഹായിക്കുവാൻ സർക്കാർ തയ്യാറാകണം. കർഷകരുടെ പെൻഷന് തടസ്സം നേരിട്ടിരിക്കുന്നു. ഓരോ കർഷക തൊഴിലാളിക്കും 3000 രൂപ വീതം പെൻഷൻ കൊടുക്കണം. ഭൂരഹിതരായിട്ടുള്ള കർഷകർക്ക് ഭൂമിയും വീടും വെച്ച് നൽകണം. അതിനായി കർഷക ക്ഷേമനിധി ബോർഡിലേക്ക് 500 കോടി രൂപ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ധനകാര്യ വകുപ്പിനോടും ആവശ്യപ്പെടുകയാണെന്നും കെ സലീംകുമാർ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു. കയ്യേറ്റക്കാരുടെ കൈവശമിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിച്ച് കർഷകർക്ക് നൽകണമെന്നും CHR ഭൂമിയുടെ വിസ്തൃതിയെക്കുറിച്ചും ഭൂമി ഏതു തരത്തിലുള്ളതാണെന്നതിനെക്കുറിച്ചും തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം പൊളിക്കാതിരുന്ന ഇടുക്കിയുടെ MP ഇപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റവന്യൂ ഭൂമിയായ CHR വനഭൂമിയാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സലീംകുമാർ കൂട്ടിച്ചേർത്തു. ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് മുൻഗണന നൽകുക, ക്ഷേമനിധി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക എന്നുള്ളതും സമരത്തിൽ പ്രധാന ആവശ്യമായിരുന്നു. BKMU ഇടുക്കി ജില്ലാ സെക്രട്ടറി CU ജോയ്, VK ധനപാൽ, KC ആലീസ്, കുസുമം സതീഷ്, NJ കുഞ്ഞുമോൻ, CK കൃഷ്ണൻകുട്ടി, VJ രാജപ്പൻ, CB എബ്രഹാം, CM വിൻസെന്റ്, സനീഷ് ചന്ദ്രൻ, MS വിനോദ്, സന്തോഷ് തോമസ്, മഞ്ജു സുരേഷ്, KC സോമൻ, ശ്രീദേവി S ലാൽ, KG ഓമനക്കുട്ടൻ, KM ഷാജി എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ എന്തെളുപ്പാ, വീട്ടുകാരെ നോക്കാനല്ലേ പാട്. അതിൽ പ്രധാനം വീട്ടുസാധനങ്ങളുടെ ഷോപ്പിംഗും. എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല. സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം. കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും. ഈ ഒരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ. കോസ്മെറ്റിക് ഐറ്റംസ്, ടോയ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ, സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കുടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന.